ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെന്ന മിക്സിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 8 hours ഡൈ റിലീസിങ്ങിനൊക്കെ വെച്ചതിന് ശേഷം ഇതാ നമ്മുടെ ഹെന്ന മിക്സിങ്ങിനെയാണുള്ളത്. ഇതിലുള്ള ഡൈ ഒക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ ലെയർ ഡാർക്ക് ബ്രൗണും താഴത്തെ ലെയർ ഒരു ഗ്രീൻ കളറും ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എൻ്റെ ഇത് കുറച്ചൊരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിട്ട് ഉണ്ടാവാൻ ഇതേപോലെ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ 200 grams ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. സെയിം അതേപോലെ തന്നെ മുകളിലത്തെ ലെയർ ഡാർക്ക് ബ്രൗൺ ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക ഡൈ റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത് ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലുള്ള കട്ടകളൊക്കെ ഉടയുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇപ്പം ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാക്കിയിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് പേസ്റ്റ് കിട്ടും. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവില്ലേ, ഞാൻ യൂസ് ചെയ്യുന്ന പൗഡറിന് ഏകദേശം 250 ml വെള്ളം വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന പൗഡറിൻ്റെ എത്രത്തോളം വെള്ളം വേണമെന്നുള്ളത് നിങ്ങൾ കുറച്ച് ഒഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ഇതേപോലെ ആവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടേണ്ടത്. രണ്ടും കൂടെ ഇപ്പം ഞാനിപ്പോൾ 200 grams-ൻ്റെതാണ് ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാനിതിപ്പോൾ വേറെ 2 ബൗളിലാക്കിയിട്ടാണ് 100 gram ഒരു ബൗളിൽ 100 gram ഒരു ബൗളിലാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കൺസിസ്റ്റൻസിയാണിത്. ഇതേപോലെ സ്ട്രെഞ്ചി ആയിട്ട് ഏകദേശം റിബൺ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും, അതേപോലെയാണ് ആയിട്ടുള്ളത്. ഇത് നമ്മളിതിനെ പൈപ്പിംഗ് ബാഗിലോട്ടേക്ക് മാറ്റുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിലെന്തെങ്കിലും കട്ടകളോ തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെന്ന പേസ്റ്റ് നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് സ്മൂത്തായിട്ട് വരണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഞാനൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് അതിലേക്ക് നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് സോക്സാണ്. ഇത് ഒരു തീരെ കട്ടി കുറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഷോക്സാണ്. അതിലേക്കാണ് നമ്മൾ ഹെന്ന പേസ്റ്റ് ആക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെന്ന റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഏത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിലും അതും കമൻറ്റിൽ ചോദിക്കാം കേട്ടോ. ഇതേപോലെ ഈ സോക്സ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വലിച്ചെടുത്താൽ മതി. നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് കിട്ടും. ഫൈനലി നമ്മുടെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കോണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.